ശ്രീമതി കെ ശൈലജ ടീച്ചർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ KV സുമേഷ്. ഈ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വളർച്ച AI സംവിധാനങ്ങളെല്ലാം ചികിത്സാ രംഗത്ത് ഉപയോഗപ്പെടുത്താണ്. കേരളം അതിലൊരു മാതൃകയായിട്ട് മാറി. നമ്മുടെ RCCയിലും MCയിലും റോബോട്ടിക് സർജറി ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ ശ്രദ്ധേയമായൊരു നേട്ടമാണ്. സാറിൻ്റെ ചോദ്യം, ഈ റോബോട്ടിക് സർജറിയുടെ അനുഭവം എന്താണ്, കുട്ടികൾക്ക് റോബോട്ടിക് സർജറി അവിടെ നടത്തിയിട്ടുണ്ടോ എന്നതാണ് സാർ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, ക്യാൻസർ ചികിത്സയിൽ പ്രത്യേകിച്ച് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ കൃത്യതയോടുകൂടി നടത്തുന്നതിന് റോബോട്ടിക് സർജറി വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട്. നമ്മുടെ 2 റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിലാണ് റോബോട്ടിക് സർജറി ആരംഭിച്ചത്. 30 കോടിയിലധികം രൂപയാണ് സർ ഈ റോബോട്ടിക് സർജറി സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. RCCയിൽ ഇതുവരെ 300 റോബോട്ടിക്സ് ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. 300 വിജയകരമായി അത്രയും ശസ്ത്രക്രിയകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. MCCയിൽ 200 ശസ്ത്രക്രിയകൾ റോബോട്ടിക് സർജറികൾ നടത്താൻ കഴിഞ്ഞു. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം സർ, ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി, ഫെബ്രുവരി മാസം 27-ാം തീയതി പീഡിയാട്രിക് ഓങ്കോളജിയിൽ കുഞ്ഞുങ്ങളിലെ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് സർജറി വളരെ വിജയകരമായിട്ട് നടത്താൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ആധുനിക കാലത്തെ ചികിത്സാ സംവിധാനങ്ങളെ ഏറ്റവും മികവുറ്റ രീതിയിൽ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്.